ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയോടൊപ്പമാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ്. അമ്മയുടെ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെയും കൂട്ടുകാരിയാണ്. അമ്മച്ചിയുടെ മോളാണ് തൊട്ടടുത്തിരിക്കുന്നത്, മേരി ചേച്ചി. പണ്ട് കാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ചേക്കേറിയതാണ്. അമ്മച്ചിയും കുടുംബവും ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. തിരുവിതാംകൂറിൽ വെച്ചുള്ള ഞങ്ങളുടെ സൗഹൃദമാണ് ഇവിടെയും ഇപ്പോഴും. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കൂട്ടുകാരിയെ കണ്ട് പഴയ രണ്ടുമൂന്ന് വർത്താനമൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമാണ്. അമ്മച്ചിക്ക് നടക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എങ്ങോട്ടും അങ്ങനെ പോകാനൊന്നും പറ്റിയല്ല. തിരുവിതാംകൂറിലെ വിശേഷവും വീട്ടിലെ വിശേഷമൊക്കെ ഇരുന്ന് പറഞ്ഞ് രണ്ട് കൂട്ടുകാരികളും കൂടി ഇരുന്ന് കഥകൾ അങ്ങനെ കൈമാറുകയാണ്. പഴയകാല കഥകളാണ് അവർ പറയുന്നത് മൊത്തം. അങ്ങനെയാണ് നമ്മൾ പഴയ കാലങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. തോമസാറൊക്കെ വെച്ചു അപ്പൊ മാറ്റം എന്തോ പറയുന്നുണ്ട്. എന്റെ വലിയ മാറ്റം എന്തോ പറഞ്ഞു. തന്നേക്കാ എന്റെ കൂടെ ഭോപ്പാലിന് പോരുന്നേ. 5 കൂട്ടര് കൂടി വലുതാക്കി വെക്കണം കേട്ടോ. വണ്ടിക്കാർക്ക് കൊടുക്കാനാ. ഒരാൾക്ക് 2 ടിക്കറ്റിന്. കാണാത്തോടെ കാണാന്നേ, മുഴുവത്തോടെ കാണാം. ഒരു ടിക്കറ്റിന് പിന്നെ 6 കൂട്ടല്ലോ. അമ്മച്ചി പറയുവാണ് എൻ്റെ കിത്തനുണ്ടായിരുന്നെങ്കിൽ എന്ന്, അതായത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അമ്മച്ചി പറഞ്ഞു വരുന്നത്. അച്ഛൻ ഇവരൊക്കെ വിളിച്ചോണ്ടിരുന്നതേ കിത്തന കിത്തന എന്നാണ്. അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്, പക്ഷെ ഇവർ വിളിക്കുന്നത് കിത്തന കിത്തന എന്നാണെന്നേ. നമുക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും അല്ലേ? പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ അല്പനേരം കഥ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം കിട്ടില്ലേ? നല്ല പ്രായത്തിലൊക്കെ നമ്മൾ ഓരോ ജോലികൾ ചെയ്ത് മക്കളെ പഠിപ്പിക്കണം, കല്യാണം കഴിക്കണം, അവർക്ക് വീടാകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഓരോരോ ദിവസം നമ്മൾ തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജീവിച്ച് തീർക്കുകയാണ്. നമ്മൾക്ക് ചിന്തിക്കാനാകട്ടെ ഒരു സമയം പോലും ഇല്ല. ഒരു പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ജോലികളും ചെയ്ത് തീർന്നു കഴിഞ്ഞെന്നാൽ, അതായത് മക്കളെയെല്ലാം വിവാഹം കഴിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞെന്നാൽ പിന്നെ നമ്മൾക്ക് വലിയ ഡ്യൂട്ടിയില്ല, നമുക്കൊരു സമാധാനമായി എന്ന് പറയാം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ ജോലികൾ, പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ആരെങ്കിലും കാണാൻ വരികയും പ്രത്യേകിച്ച് നമ്മളുടെ സുഹൃത്തുക്കൾ വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഒരു അസുലഭ നിമിഷത്തിനാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. 2 കൂട്ടുകാരികളെ കണ്ടപ്പോഴും അവരോടൊപ്പം അല്പം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യലോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ഈ കൂട്ടുകാരികൾക്ക് വേണ്ടി ഇടുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.